അതിലുപരി ആഹാരശീലം മാത്രമല്ല ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നത്, കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ബി.പിയും ഷുഗർ ലെവലും ഒക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്ക ഹൃദ്രോഗികളും. അപ്പം കൃത്യമായി അവരുടെ ബി.പി മെയിൻറ്റെയിൻ ചെയ്യുക, അതൊരു വലിയ കാര്യമാണ്. അപ്പം ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് ഉപയോഗിക്കുക. പപ്പടം, അച്ചാർ, ഉണക്കമീൻ ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കൃത്യമായി മെഡിസിൻസ് എടുക്കണം. അപ്പോൾ ബി.പി മോണിറ്ററിങ്ങിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അവരുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായി ടാബ്ലറ്റ് കഴിക്കാനും 3 നേരം ഭക്ഷണം കഴിക്കുന്ന രീതിയെ ഒരു 4, 5, 6 തവണയെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാനും കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടി കുറച്ചിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും അത് സഹായിക്കും. അമിതമായി നമ്മൾ കഴിക്കുന്ന ഈ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് വേണ്ടുന്ന കാലറിയുടെ ഉപയോഗം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊഴുപ്പായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാനും ട്രൈഗ്ലിസറൈഡ്സ് കൂടാനും ഒക്കെ ഇത് കാരണമാകും. ഷുഗർ ലെവലിനെയും ഈ അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഷുഗർ ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. 2, വ്യായാമത്തിൻ്റെ ഒരു പ്രാധാന്യം. ഡെയിലി ഒരു 45 മിനിറ്റ്സ് ടു 1 അവർ എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ വ്യായാമം ചെയ്യുന്നതും ഹൃദ്രോഗത്തെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിലുള്ള ചില ദുശീലങ്ങൾ, മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവും, പുകവലിക്കുന്ന ആൾക്കാരുണ്ടാവും, അത് നിർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഏറെക്കുറെ ചെയ്താൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഹൃദയം നന്നായാൽ നമ്മുടെ ആരോഗ്യം ഏറ്റവും നന്നായി തന്നെ മുന്നോട്ട് പോകും.